നമസ്കാരം സാറേ. നമസ്തേ. സ്കൂളിലൊന്നും പോയില്ലെങ്കിലും പഠിക്കാൻ പോയില്ലെങ്കിലും നമുക്ക് ഏത് മേഖലയിലേക്കും ജോലി ചെയ്യാം, അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നിരിക്കും. ഡിഗ്രി എടുക്കാം അല്ലെ? ഡിഗ്രി എടുക്കാം. അതെ അതെ അതെ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ സുലഭമാണ്. ഒരു 5000 രൂപ മുതൽ കൈ നനയാതെ മീൻ പിടിക്കാം അല്ലെ? ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്താൽ എത്ര വലിയ സർട്ടിഫിക്കറ്റ്, ഇനി MBBS സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും കിട്ടും. ഒരു പണി എടുക്കണ്ട, കയ്യിൽ കാശുണ്ടെങ്കിൽ ഇനി മുതൽ മലയാളികൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റും. ഇപ്പൊ ഡോക്ടറേറ്റുകൾ വ്യാജമായിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും നാളെ ഡോക്ടറാണ്, പേരിന്റെ മുന്നിൽ ഒരു ഡോക്ടർ വെക്കാം. അത് എന്ത് ഡോക്ടറാണെന്ന് മാത്രം ചോദിക്കരുത്, ഏതിന്റെ ഡോക്ടറാണെന്ന് ചോദിക്കരുത്, അത് PhD ഡോക്ടറാണെന്ന് ചോദിക്കരുത്. പക്ഷെ നമുക്കൊരു ഡോക്ടർ കിട്ടും. നമ്മൾ ധാരാളം ഇത് കേട്ടിട്ടുണ്ട്. ആൻഡേഴ്സൺ അരിസോണ യൂണിവേഴ്സിറ്റിയില് നമ്മൾ ഡോളറുകൾ കൊടുക്കണം. അവിടെ $1 ലക്ഷം മറ്റോ കൊടുക്കണം കേട്ടോ, രൂപയല്ല ഡോളർ. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടും. അങ്ങനെ പോയി ഡോക്ടറേറ്റ് സമ്പാദിച്ച ധാരാളം പേരുണ്ട്. പക്ഷേ നമ്മൾ അമേരിക്കയിലെങ്കിലും പോകണ്ട, കേരളത്തിൽ തന്നെ വ്യാജമായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ നടക്കുന്നുണ്ട്. അല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടത്തുന്ന ഒരു നല്ല സ്റ്റാർട്ടപ്പ് ഇപ്പോൾ പൊന്നാനിയിലുണ്ട്. പൊന്നാനിയിൽ അത് ബസ് ചെയ്തിരിക്കുന്നത് 10 പേരടങ്ങുന്ന ഒരു സംഘം. അവർ കൊടുത്തിരിക്കുന്നത് 1 ലക്ഷം പേർക്കാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പൊന്നാനിയിൽ മഹാന്മാരായ സാഹിത്യകാരന്മാരും ഒക്കെ മലയാളത്തെ പരിപോഷിപ്പിച്ച പൊന്നാനിയിൽ തന്നെ ഈ വ്യാജ ബിരുദം കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് ഇപ്പൊ പോലീസ് അന്വേഷിച്ച് പിടിക്കപ്പെട്ടത് കൊണ്ടല്ലേ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലോ? അതെ, ഒരുപാടുണ്ടാവാം. അപ്പൊ കാലാകാലങ്ങളായി ഇത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ ഈ 10 വർഷത്തിനിടയ്ക്ക് എത്ര ലക്ഷം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കാണും. അവര് പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല, ഇത് സാധാരണക്കാരായ പാവപ്പെട്ടവരെ ആൾക്കാർക്കാണ് ഇതിന്റെ ദുരിതം. കാരണം കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഇവിടെ ജോലിയില്ല. ബുദ്ധിമുട്ടി പഠിച്ച് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ പോലും പഠിച്ചു വന്നവർ ഇന്നും തെരുവില് ജോലിയില്ലാതെ കൂലിപ്പണി എടുത്ത് പോകുമ്പോ ഒരു പണി എടുക്കാതെ പഠിക്കാതെ നല്ല രീതിയിൽ നിന്നിട്ട് പണത്തിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായി വിലസുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നമുക്ക് ആ മൂർത്തമായിട്ടുള്ള സത്യത്തിലേക്ക് വരാം. ഇതൊക്കെ പ്ലാറ്റിറ്റ്യൂഡ്സ്. നമുക്ക് മൂർത്തമായിട്ടുള്ള സത്യത്തിലേക്ക് വന്നാൽ പൊന്നാനി സംസ്ഥാന വ്യാപകമായിട്ട് ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു സംഘത്തെയാണ് പിടികൂടിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു, കേരള പോലീസ് കണ്ടെടുത്തു. എന്തൊക്കെയാണ് കണ്ടെടുത്തതെന്ന് അറിയാമോ? 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ അവരുടെ കയ്യിലെടുക്കുക. അപ്പൊ കോടിക്കണക്കിന് എന്തിനേറെ പറയുന്നത്, നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ കുറച്ച് വർഷത്തിന് മുമ്പ് ഒരു ഡോക്ടർ അറസ്റ്റിലായി. കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗൈനക്കോളജിയാണ്. ഗൈനക്കോളജി ഡോക്ടർ 100 കണക്കിന് 500 കണക്കിന് ആയിരക്കണക്കിന് പ്രസവങ്ങൾ നടത്തിയിട്ടുള്ള, പ്രസവ ശുശ്രൂഷകൾ നടത്തിയിട്ടുള്ള ഒരു ഡോക്ടർ. ഇവർക്കിതിനുള്ള ഗൈനക്കോളജിസ്റ്റ് ഇവർക്ക് അതിനുള്ള ബിരുദമില്ല. ബിരുദമില്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് PG സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ നടത്തിയിരുന്നത്. അവർ പുതിയ ഹോസ്പിറ്റലും പണിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏതോ ഒരു സമയത്ത് ആർക്കോ സംശയം തോന്നിയിട്ടൊരു പരാതി പോകുന്നു. പോലീസ് വളരെ രഹസ്യമായി അന്വേഷിച്ച് പിടികൂടി. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് പോകട്ടെ, നമുക്ക് ഇതിൽ തന്നെ നിൽക്കാം. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീലീശ്വരൻ സോമനുണ്ട്. എറണാകുളത്തിനടുത്ത് തന്നെ നീലീശ്വരൻ സോമൻ. ഞാൻ പോയി അന്വേഷിച്ചിട്ടുള്ള മലയാള മനോരമയിലുള്ളപ്പോൾ നീലീശ്വരൻ സോമൻ എന്ന് പറഞ്ഞ വ്യാജ ഡോക്ടർ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. നേരിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ഒരു ഡോക്ടറുടെ കഥ പറയാൻ അനുവദിക്കണം. അതായത് കായംകുളത്തിനടുത്ത് ഒരിക്കലും എനിക്ക് സുഖമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ കയറി. പെട്ടെന്ന് ജലദോഷം, പനി, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ മുത്തു എന്ന് പറഞ്ഞൊരു ഡോക്ടറിന്റെ മുന്നിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ നാട്ടിലുള്ള സാധാരണ കൂലിപ്പണി എടുത്ത് നടന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ മുത്തു എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നത്. വളരെ പ്രശ്നമായി. പോലീസിനെ വിളിച്ചു. പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നു. കായംകുളം DYSP ആയിരുന്ന അബ്ദുൾ റഷീദ് സാറാണ് അറസ്റ്റ് ചെയ്തത്. അത് ശരി. കാരണം അതും വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നതിന്റെ ഒരു ബലം. അതെ, ശരി. വ്യാജന്മാർ ധാരാളം വിലസുന്നുണ്ട്. ഇപ്പൊ ഏതിനെയാണ് വിശ്വസിക്കുന്നതെന്നൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വ്യാജന്മാർ മാത്രമാണ്. മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ നബി ഉണ്ടല്ലോ, ഡോക്ടർ നബി, വ്യാജമല്ല, സത്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ട് ആളെ കൊല്ലാൻ ശ്രമിച്ച ഡോക്ടർ നബി. അതുപോലെ കുറേ ഡോക്ടർമാരുടെ ഒരു സംഘമാണല്ലോ അവിടെ. ചാന്ദിനി ചൗക്കിൽ ഒരു സ്ഫോടനം ഉണ്ടാക്കി 10 ഏറെ വാഹനങ്ങൾ നശിപ്പിച്ചു, 10 ആൾക്കാരെ കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. 10 ആൾക്കാരെ കൊല്ലുക. അങ്ങനെയുള്ള തീവ്രവാദികളല്ല ഇവരെങ്കിലും ഇവരുണ്ടാക്കുന്ന അപകടം. ഞാൻ പറയട്ടെ ഒരു നിമിഷം. 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ, 100ഓളം സീലുകൾ, പ്രിന്റുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. ഇനി നമുക്ക് 10 പേര് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? പേരുകൾ. എല്ലാ മതത്തിലും പെട്ട മതേതരത്വം മതസൗഹാർദ്ദം നല്ല പോലെ ഉണ്ട്. തിരൂർ മീനടത്തൂർ നെല്ലിക്കത്താറയിൽ ധനീഷ്
ധർമ്മൻ, അതുപോലെ 38 വയസ്സേ ഉള്ളൂ, ചെറുപ്രായം. പൊന്നാനി നരിപ്പറമ്പ് മുച്ചിക്കൽ വീട്ടിൽ ഇർഷാദ്, അതുപോലെ തിരൂർ പുറത്തൂർ പുതുപ്പള്ളി നമ്പ്യാരകത്ത് രാഹുൽ. രാഹുൽ എവിടെയായാലും പ്രശ്നമാണല്ലേ. ഈ രാഹുൽ ഉണ്ടായത് കാരണമായിരിക്കും ചിലപ്പോൾ അതെ. തിരൂർ പയ്യനങ്ങാടി ചാലുപ്പറമ്പിൽ അബ്ദുൾ നിസാർ, നിസാരമല്ല, തിരുവനന്തപുരം ഉണ്ട്, പൊന്നാനിക്കാർ മാത്രമല്ല, തിരുവനന്തപുരം. നെടുമങ്ങാട് സ്വദേശികളായ മണക്കാട് ജസീം മൻസിൽ ജസീം 35 വയസ്സ്, PS നഗർ നെട്ട വാർഡിൽ രതീഷ് നിവാസിൽ രതീഷ്, അതുപോലെ തന്നെ ആര്യനാട് കടയറ, ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയാണ്. ആര്യനാട് കടയറ വീട്ടിൽ ഷെഫീഖ്, തമിഴ്നാട് ഉണ്ട്, കേരളം പുറത്തോട്ടും ഉണ്ട് അതിന് സ്റ്റാർട്ടപ്പിൻ്റെ വേരുകൾ. തമിഴ്നാട് സ്വദേശികളായ ശിവകാശി അയ്യൻ കോളനിയിലെ ജൈന ലബുദ്ദീൻ എന്നാണ് പേര്. വിരുദനഗർ തമിഴ്നാട്, വിരുദനഗർ SN പുരം റോഡിൽ അരവിന്ദ് കുമാർ, ശിവകാശി റെയിൽവേ ഫീഡർ റോഡിലെ വെങ്കടേഷ്, 24 വയസ്സേ ഉള്ളൂ പയ്യന്. അതായത് ഒരു വൻ റാക്കറ്റിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും നാൾ വളരാൻ അനുവദിച്ചത്? അപ്പോ ഇത് ഭരിക്കുന്ന ആൾക്കാർക്കും രാഷ്ട്രീയക്കാർക്കും പോലീസിനും ഒക്കെ ഇത് നേരത്തെ അറിയാമെന്നുള്ളത് ഒരു സത്യമല്ലേ? തീർച്ചയായിട്ടും ഇവരുടെ അറിവോടുകൂടി ആയിരിക്കും. കാരണം ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോൾ ഇത് പണം വാങ്ങിയാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നെങ്കിലും ഇത് എപ്പോഴെങ്കിലും തിരിച്ചറിയാം. പിന്നെ എന്തിനാണ് സാർ ഇവിടെ ഇന്റലിജൻസും വിജിലൻസും ഒക്കെ വളരെ എല്ലാ വിഭാഗത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഇത്തരം കള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലി നേടി പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഈ ഗൾഫിലേക്ക് ആളെ വിടുന്ന ചില ടീമുകളുണ്ട്, ചില ഓഫീസുകൾ. ഒരു 2 മേശയും ഇട്ട് 2 കസേര ഇട്ട് ഒരു ക്ലോക്കും വെച്ചിരുന്ന ഓഫീസായി ആളുകളെ അവിടേക്ക് ആകർഷിച്ച് കൊണ്ടുവന്ന് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ഇവർ തന്നെ കൊടുത്തുവിടുന്ന എറണാകുളത്ത് എത്രയോ സംഘടനകളുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇതിപ്പോ പിടിച്ചിരിക്കുന്നത് പൊന്നാനി ഇൻസ്പെക്ടർ S അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. അവർക്ക് എന്തായാലും ഇതിനു മുമ്പ് പരാതി കിട്ടിയിരിക്കും. അതുപോലെ തമിഴ്നാട്ടിലെ വാർത്ത വന്നതാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ഈ വ്യാജ സർട്ടിഫിക്കറ്റുടെ അച്ചടി. തമിഴ്നാട്ടില, അവിടെയാണ്, പൊള്ളാച്ചിയിലാണ് ഇത് അച്ചടിക്കുന്ന. അവിടെയാണ് ആളുകൾ ഇവിടുത്തുകാരാണ്. അത്ര ദൂരമൊന്നും അത്ര ദൂരമില്ല. ധനീഷ് ധർമ്മനാണ് സംഘത്തിലെ പ്രധാനി. ധനീഷ് ധർമ്മൻ, അവൻ്റെ ധർമ്മം കൊള്ളാം, നല്ല ധർമ്മമാണ് അല്ലേ. പൊന്നാനിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായ ഇർഷാദ് ചമ്രവട്ടം, അധ്യാപകനാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അവന്റെ നല്ല തലച്ചോറ് അല്ല, അവന്റെ സർട്ടിഫിക്കറ്റിന് നോക്കണം. ഇവന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോൾ അറിയാം ഇവൻ ശരിക്കും അധ്യാപകരാണോ. ജോലിയും കൊടുക്കുന്നുണ്ട്. ഒരു വിദേശ റിക്രൂട്ടിംഗ് സ്ഥാപനവും ഇയാൾ നടത്തുന്നു. ഈ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളാണ് കൂടുതലും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്. ഒരു പഠനവും വേണ്ട സാർ ഇന്നത്തെ കാലത്ത്. അതാണ്, ഒരു തരത്തിലും വിദ്യാഭ്യാസം വേണ്ട, സ്കൂളിൽ പോകണ്ട, കറങ്ങി അടിച്ച് നടന്നിട്ട് കുറച്ച് പണം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാം. അമ്മയെ ഒഴിച്ച് ബാക്കി എന്തും വിലയ്ക്ക് വാങ്ങാന്ന് പറയുന്ന കാര്യം, എന്തും വിലയ്ക്ക് വാങ്ങാം. അത് ഗവൺമെന്റിന്റെ വിലയ്ക്ക് വാങ്ങാം, കോടതികളെ വിലയ്ക്ക് വാങ്ങാം, എന്തിനേയും വിലയ്ക്ക് വാങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിയിട്ടുണ്ട്. അരിസോണ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പൊന്നാനിയിലെ പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് നടത്തിയ ഈ അന്വേഷണത്തിലൂടെ. അഷ്റഫ് നടത്തിയ നമ്മൾ അഭിനന്ദിക്കും. അതായത് എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥൻ പണത്തിന് മുന്നിൽ വീഴുന്ന ആളല്ല എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ടും നല്ല ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി പിടികൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പറ്റിയില്ലെങ്കിലും കേരള പോലീസിന് എന്തായാലും അതിന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടിയാണ് ഈ വ്യാജ ബിരുദം നൽകുന്നവരെ പിടിച്ചത്. നല്ലത്. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വ്യാജ ബിരുദം നേടി ആരും ജോലി തേടി പോകാതിരിക്കുക. കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുപോയിട്ട് ആ സ്ഥാപനത്തിനും നിങ്ങളുടെ ജീവിതത്തിനും ഒരു നാശമായിരിക്കും ഇത് ഒപ്പിച്ചു വെക്കുക. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടി കേരള പോലീസ് എടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.